ഡയബറ്റീസ് ഉള്ളവർ മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഈ പറയുന്ന 5 ടൈപ്പ് ഫുഡ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി ഇതൊന്നും വരാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കാത്തുരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. പ്രമേഹ രോഗികൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് സിംറ്റംസ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പ്രമേഹ രോഗികൾ ഒരുപാട് അവെയറാണ്, അവർക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ അവെയറാണ്. എന്നാൽ നിങ്ങൾക്ക് അവെയർനെസ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി ആൻഡ് ന്യൂറോപ്പതി. അത് നമ്മളെല്ലാവരും ഒരു 10 വർഷമൊക്കെ ഡയബറ്റീസ് വന്നതിന് ശേഷം അനുഭവിച്ച് വരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. കൂടുതലായിട്ടും ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നത് ഒരുപാട് ചായ കുടിച്ചു, ഒരുപാട് മധുരം കഴിച്ചു, ജങ്ക് ഫുഡ് കഴിച്ചു, ടൊബാക്കോ യൂസ് ഉണ്ടായിരുന്നു, സോൾട്ട് കൂടുതലെടുത്തു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. പലയിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന്. ഞാൻ തന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഞ്ചസാരകളെ കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പഞ്ചസാരകളിൽ മാത്രമല്ല, മധുരമുള്ളതിൽ മാത്രമല്ല, നമ്മൾ കഴിച്ചു വരുന്ന ധാന്യങ്ങളിലായാലും മറ്റുള്ള നമ്മുടെ അരി അതുപോലെ ധാന്യങ്ങളിലൊക്കെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. ഈ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലുള്ളത്, കുറവുള്ളത്, മീഡിയം ഉള്ളത് ഇതൊക്കെ അറിഞ്ഞ് ഡയബറ്റീസ് ഉള്ളവർ ആ ഒരു രീതിയിൽ ഭക്ഷണം, ഡയബറ്റീസ് എന്ന് മാത്രമല്ല എല്ലാ ആളുകളും ആ ഒരു രീതിയിൽ ഭക്ഷണക്രമം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്. ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം എന്തുകൊണ്ട് കഴിക്കണം എന്നതൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുന്നത് ഓരോരുത്തർക്കും, ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഏജ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു രാസവസ്തു, ഒരു വിഷപദാർത്ഥം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നത് കാരണം. ഈ ഒരു ഏജ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി, മെയിൽ ഇൻഫെർട്ടിലിറ്റി, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, ED, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ഡയബറ്റീസ്, അതുപോലെ ഒരുപാട് ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഒരുപാട് കൂട്ടുന്നു. കാർബോഹൈഡ്രേറ്റ് കൂടുതലെടുക്കുന്നത് ഏജ്, അതായത് ഈ ഒരു അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് കൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഏജ് പ്രൊഡ്യൂസ് ആവുന്നു. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു 3 ടൈപ്പ് ഉണ്ട്. അതായത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ 70 മുകളിലായിരിക്കും, മോഡറേറ്റ് ഒരു 50, 69 എന്നാൽ ലോ എന്ന് പറയുന്നത് 55 താഴെ ആയിരിക്കും. ഉറപ്പായിട്ടും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതിൽ ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും, മീഡിയത്തിൽ ഒരു മോഡറേറ്റ് ആയിരിക്കും, ആൻഡ് സ്ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണെങ്കിൽ ലോ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് ലെവലിൽ നിൽക്കും. നമ്മൾ അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ. ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം അരി, ഗോതമ്പ്, ഓട്സ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണല്ലേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഒന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തരാം. അരി ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ പുട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ്സിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഷുഗർ അബ്സോർബ് ചെയ്യും. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര വേഗം, എത്ര സമയത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് ഷുഗർ അബ്സോർബ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കാര്യം പറയുമ്പോൾ, ഓട്സിൻ്റെ കാര്യം പറയുമ്പോൾ 1 hour എടുക്കും, 30 മിനിറ്റ്സ് കൂടി കൂടുതലെടുക്കും ഷുഗർ അബ്സോർബ് ആവാനായിട്ട്. വീറ്റ് ആണെങ്കിൽ 45 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഓരോന്നിലും ഷുഗർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അവെയർനെസ് ഉണ്ടാവും. എന്നാൽ ഇത് എടുക്കുന്ന ഒരു സമയത്തിനനുസരിച്ചാണ് ഇത് ഹെൽത്തി ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചോറ് മാറ്റി ചപ്പാത്തി 6 കഴിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം ചപ്പാത്തിയിലും ഷുഗർ തന്നെയാണുള്ളത്. അത് ഉള്ളിലേക്ക് എടുക്കാനായിട്ടുള്ളൊരു സമയം ഒരു 15 മിനിറ്റ് കൂടി കൂടുതൽ എടുക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഓട്സിലാവട്ടെ അതൊരു 30 മിനിറ്റ്സ് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്, അതിങ്ങനെ അടിഞ്ഞു കൂടുകയാണ്, ഈ ഷുഗർ വന്നിട്ട് ഇങ്ങനെ അടിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാവകാശം ബോഡിക്ക് കിട്ടില്ല. എന്നാൽ നമ്മൾ വളരെ കുറച്ച് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനും അതിനെ വിഘടിപ്പിച്ച് പെട്ടെന്ന് മാറ്റാനും
ബോഡിക്ക് കഴിയും. അങ്ങനെയാണ് ഗ്ലൈസീമിക് ലോഡ് ഉണ്ടാകുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കൂടുന്നത് ഷുഗറിൻ്റെ സ്പൈക്ക് ബ്ലഡിൽ കൂടാൻ കാരണമാകുന്നുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കൂടി നിൽക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുന്നു ബോഡിയിൽ. ഈ ഒരു ഷുഗർ സ്പൈക്കാണ് എപ്പോഴും പെട്ടെന്ന് തന്നെ ഈ ഡയബറ്റീസുകാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ PCOD, PCOS അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്തിക്കുന്നത് ഈ ഒരു ഷുഗർ സ്പൈക്കാണ്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഒരു കാര്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ശ്രദ്ധിച്ചാണ് അവർ കഴിക്കുന്നവർ. പണ്ട് മുതലേ അങ്ങനെ കഴിച്ചത് കൊണ്ടാണ്. ബ്രെഡൊക്കെ അവർ കഴിക്കുന്നുണ്ടാവും, പക്ഷേ 2 ബ്രെഡായിരിക്കും അവർ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ബട്ടർ ഉണ്ടാവും, ഒരു സാലഡ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു യോഗേർട്ടോ അങ്ങനെ എന്തെങ്കിലും അവർ ഫാറ്റിന് വേണ്ടി കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ഫോറിനേഴ്സൊക്കെ ഭക്ഷണം ക്രമീകരിക്കുന്നത്. നമുക്കും അതുപോലെ കഴിക്കാവുന്നതേ ഉള്ളൂ. മിക്കപ്പോഴും കേരളത്തിലെ വീടുകളിലേക്ക് ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് കൂടുതൽ ചോറും കുറച്ച് കറികളിൽ തന്നെ ഈ ഒരു ഒഴിച്ചുകൂട്ടാനെന്ന് പറയുന്ന അതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത വെള്ളം പോലെയുള്ള രസം, മോര് കറി, സാമ്പാറിൽ തന്നെ പലരും അതിൽ പീസൊക്കെ വരുന്നുണ്ടെങ്കിലും അത് എടുക്കാത്തവരുണ്ട്, അതിൻ്റെ ചാറ് മാത്രം കൂട്ടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ ഈ ഒരു ശീലം മാറ്റി ചോറ് കഴിക്കരുത് എന്നല്ല, ചോറിൻ്റെ അളവ് വളരെ കുറച്ച് ഒരു ചെറിയ പോർഷൻ ചോറെടുത്ത് ബാക്കി പോർഷൻ ഫൈബറായിട്ടുള്ള തോരൻ, വേറുള്ള എന്തെങ്കിലും സാലഡ്, ഒരു സാലഡ് മസ്റ്റായിട്ട് ഉണ്ടാവുക, ഒരു സാലഡ്, അതുപോലെ തന്നെ യോഗേർട്ട് അല്ലെങ്കിൽ തൈര്, പുളിയില്ലാത്ത തൈരോ പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഫിഷ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ട് കൂടി ചേർന്ന് ഫോറിനേഴ്സിനെ പോലെ നമുക്കും വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഡയറ്റിനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ചുകൊണ്ട് മോഡിഫൈ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മൈൻഡിന് ഇപ്പോഴും ആ ഒരുപാട് ചോറ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ടുകളയാൻ പറ്റാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഇതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് PCOD ഒക്കെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ കേസിൻ്റെ 2 മന്തിലൊക്കെ ഇതുപോലെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് ഫുഡ് കൊടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ PCOD ഒക്കെ റിവേഴ്സ് ആവുന്ന കേസസ് ഒരുപാട് നമുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഓരോരുത്തർക്കും ഈ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു രീതി. 2 കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഞാൻ ചില ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. ഒന്ന് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത്, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും നാഴിയായിരിക്കും ഉപയോഗിക്കുന്നത് അരി മെഷർ ചെയ്യാൻ. അന്നൊരു ക്ലാസ്സിൽ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഇനി നമ്മൾ നാഴിയല്ല ഉപയോഗിക്കേണ്ടത്, ഈ ബേക്കിംഗ് കപ്സ് അതിനകത്ത് ഏറ്റവും വലിയ കപ്പിൽ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുക, 2ാമത്തെ കപ്പിൽ റൈസ് ഒരാൾക്കുള്ള. അപ്പോൾ ഒരു വീട്ടിൽ 4 പേരാണെന്നുണ്ടെങ്കിൽ ഒരു 4 കപ്പ് ആ ഒരു വെജിറ്റബിൾസ് ആ വലിയ കപ്പിനകത്താണ് എടുക്കേണ്ടത്. 2ാമത്തെ കപ്പിലാണ് അരി എടുക്കേണ്ടത്. അത് ഏത് അരി ആയാലും പ്രശ്നമില്ല, ക്വാണ്ടിറ്റി വളരെ കുറവാണ്, 2ാമത്തെ കപ്പിലാണ് എടുക്കുന്നത്. ബാക്കിയുള്ളതിൽ ബട്ടർ, ഗീ അങ്ങനെയുള്ള സോൾട്ട് വാട്ടവർ അതൊക്കെ ആഡ് ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പം മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെജിറ്റബിളിലാണ് വരുന്നത്, അതായത് കൂടുതൽ വെജിറ്റബിൾസ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ബീൻസ്, ബ്രോക്കലി, ക്യാബേജ് അങ്ങനെയുള്ളവ, ക്യാരറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് മറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ കുക്ക് ചെയ്യാനുള്ളത്, ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുള്ളത് ബട്ടറിലായിരിക്കും, നല്ല ഫാറ്റിന് വേണ്ടി. അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ വേവിച്ച ചോറ് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്നാൽ കാർബോഹൈഡ്രേറ്റ് ലെസ് ആയിട്ടുള്ള ഒരു ബിരിയാണി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം, വാട്ടവർ, മഷ്റൂം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ചിട്ടുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, വളരെ ഇഷ്ടത്തോടു കൂടി, കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടത്തോടു കൂടി. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്നുമാണ് ഈ മാറ്റം വരേണ്ടത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് PCOD കുറയ്ക്കാം, ഡയബറ്റീസ് കുറയ്ക്കാം, ഹൃദ്രോഗങ്ങൾ കുറയ്ക്കാം, ഡിസ്ലിപ്രീമിയ, നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ മെത്തേഡ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏജ്, അതായത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു.
അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഈ ഒരു അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് തന്നെയാണ് പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ ഒത്തിരി ഈ ഒരു കിഡ്നി പ്രോബ്ലംസിനൊക്കെ കാരണമാകുന്നത്. ഏജ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ ബയോമെഡിക്കൽ സെൻറ്റർ ജേർണലിൽ വന്നിട്ടുണ്ട്. 2008 പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണ്. അതിനകത്ത് ഡയബറ്റീസും ഏജും തമ്മിൽ, അതായത് ഡയബറ്റീസ് ഉള്ളവർ ഏജ് ഇൻവോൾവ് ആകുന്നുണ്ട്, ഏജ് പെട്ടെന്ന് കൂടുന്നുണ്ട്. അതായത് ഈ ഒരു അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് ഒരുപാട് കൂടുന്നുണ്ട് എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും, ഷുഗർ എപ്പോഴും കൂടുതലായിരിക്കും, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഏജ് കൂടുതലായിരിക്കും. എന്നാൽ കൺട്രോൾ ചെയ്ത് പോകുന്നവരാണ്, ഫുഡ് കൺട്രോൾ, എക്സസൈസ്, അതുപോലെ തന്നെ മരുന്നൊക്കെ എടുത്തു പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നം, ഏജിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മരുന്നെടുത്ത് ഡോക്ടറെ ഞാൻ മരുന്നെടുത്ത് എൻ്റെ കിഡ്നി ഇപ്പോൾ ഡാമേജ് ആയി എന്നുള്ളത്. എന്നാൽ മരുന്ന് എടുക്കുന്നതല്ല, ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, മരുന്ന് എടുക്കുന്നതല്ല, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം നിങ്ങൾ കൂടുതലായി കഴിക്കുന്നതാണ് നിങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സും ഏജും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പേപ്പേഴ്സ് അമേരിക്കൻ ഇൻറ്റേർണൽ മെഡിസിനിലും അതുപോലെ തന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിലും ഒക്കെ വന്നിട്ടുള്ള പേപ്പേഴ്സും ഉണ്ട്. അതായത് ഏജ് ഹാർട്ട് ഡിസീസിനെ കൂട്ടുന്നുണ്ടെന്നും ഡയബറ്റീസുമായിട്ട് റിലേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏജ് ഡയബറ്റീസ്, അതായത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് ഡയബറ്റീസ്, അതുപോലെ തന്നെ ഏജ് ക്യാൻസർ, ഇങ്ങനെ നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് എത്രത്തോളമാണ് ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കുന്നതെന്നും. ഈ അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് വെറുതെ വരുന്നതല്ല, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇൻക്രീസ് ആവുന്നതിൻ്റെ റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞത് കണക്ക് നമ്മൾ കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കും? ഈ ബിരിയാണി, അതുപോലെ തന്നെ കുറയ്ക്കുന്ന പോർഷൻ കൺട്രോൾ, ഇതൊക്കെ ചെയ്തിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ചുകൊണ്ട് വരിക, ഹെൽത്തി ആയിട്ടിരിക്കുക. എപ്പോഴും എനിക്ക് ഡയബറ്റീസുകാർക്ക് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ള കാര്യമാണ്, എങ്ങനെയാണ് ഈ കിഡ്നി ഡിസീസ് ആയാലും നെഫ്രോപ്പതി ആയാലും റെറ്റിനോപ്പതി ആയാലും ന്യൂറോപ്പതി ആയാലും വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് വരുന്നതിന് മുന്നേ തടയുക എന്നുള്ളത്. കാരണം കിഡ്നി ഡിസീസ് ആയാലും ന്യൂറോപ്പതി ആയാലും റെറ്റിനോപ്പതി ആയാലും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. അത് കുറച്ച് കാലതാമസം, അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഒരു 5 ടൈപ്പ് ഓഫ് ഫുഡ് ഞാൻ പറയാം. ഈ ഫുഡ് നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചോ, പക്ഷേ ഈ ഫുഡ് നിങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം, നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരില്ല. എന്നാൽ ആദ്യം തന്നെ വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാര്യം ഈ വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് ഈ ഒരു തരിപ്പ്, പെരിപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, നെർവിനെ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അത് കൂടുതലായിട്ടും നോൺ വെജിറ്റേറിയൻ സോഴ്സിലാണ് ഉള്ളത്. ഇപ്പം ഓർഗൻ മീറ്റ്സ് ആയാലും നോൺ വെജ് സോഴ്സ്, അതായത് മട്ടൻ, ചിക്കൻ, ബീഫ്, ഇതിലൊക്കെയാണ്, മീൻ, അതിലൊക്കെയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. പിന്നെ വെജിറ്റേറിയൻസിന് പാലുൽപ്പന്നങ്ങൾ ഒക്കെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്താം. എന്നാൽ മിക്ക ആളുകളിലും ഹൈപ്പോ ആസിഡിറ്റി കാണാറുണ്ട്, അതായത് ആസിഡിൻ്റെ കുറവ്. ഇങ്ങനെ ആസിഡിൻ്റെ കുറവുള്ളവർക്ക് ഈ ഒരു വൈറ്റമിൻ B12 ഇനിയിപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ അബ്സോർബ് ആവണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ പരിഹരിക്കുക. അടുത്തതായിട്ട് ഡയബറ്റീസ് പേഷ്യൻസിന് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളത് ഫോളിക് ആസിഡാണ്. അപ്പോൾ ഫോളിക് ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള, ഇപ്പോൾ നെല്ലിക്കയായാലും പേരക്കയായാലും അല്ലെങ്കിൽ മുസംബി, ഓറഞ്ച്, അങ്ങനെ പുളിയുള്ള ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഫോളിക് ആസിഡിൻ്റെ ഇലക്കറികളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഡയബറ്റീസ് പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങളത് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഫോളിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നെർവിൻ്റെ ആയാലും രക്തക്കുഴലുകളുടെയൊക്കെ ആയാലും ഡാമേജ് വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഉറപ്പായിട്ടും അതിന് മുന്നേ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫോളിക് ആസിഡൊക്കെ കറക്റ്റായിട്ടൊന്ന് സപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തത് വൈറ്റമിൻ C ആണ്. രക്തക്കുഴലുകളിലൊക്കെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് അൾസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡയബറ്റിക് അൾസേഴ്സ്, കാലിൽ വരുന്ന ഇച്ചിങ്, രക്തയോട്ടത്തിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ഉൾപ്പെടുത്തുക. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പേരക്ക, നെല്ലിക്ക, അതുപോലെ മുസംബി, അതൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ളത്.
ഇനി വൈറ്റമിൻ സി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻ്റ് ഓൾസോ ഡോക്ടറുടെ സഹായത്തോടു കൂടി എടുക്കാവുന്നതാണ്. ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഡയബറ്റിക് അൾസർ അറിയാമല്ലോ, എപ്പോഴും ഏറ്റവും വലിയ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ആംപ്യൂട്ടേഷനൊക്കെ ചെയ്യാൻ കാരണമാകുന്ന രീതിയിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ഒരു വൈറ്റമിൻ സി ഒക്കെ റെഗുലറായിട്ട്, അതായത് എൻഡോത്തീലിയം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, കോശങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാനായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ ഉൾപ്പെടുത്തേണ്ടതാണ് ഗ്ലൂട്ടാതയോൺസ്. ഗ്ലൂട്ടാതയോൺ നമുക്ക് കിഡ്നിക്കായാലും ലിവറിനായാലും ബ്രെയിനിനായാലും ഫുൾ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ബോഡിയുടെ ഉള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിന് കൂടുതലാക്കി ഒന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി ഇത് കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അവഗാഡോസ്, ബെറീസ്, നട്ട്സ്, സൺഫ്ലവർ സീഡ്സ്, മീനുകൾ ഇതെല്ലാം ഗ്ലൂട്ടാതയോൺ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ കൂടി ഒന്ന് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഒന്ന് കുറച്ചെടുക്കാനായിട്ട്, ഈ ഒരു വെസൽസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാനായിട്ട് കാഫ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് നിങ്ങൾ ടോ വാക്കിങ് അല്ലെങ്കിൽ കാല് ഫൂട്ട് സ്ട്രെച്ച്, ഇതൊക്കെ കാഫിന് നല്ല ഒരു സ്ട്രെച്ച് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ ഒന്ന് ടോ വാക്ക് നടത്തുന്നത്, താടാസന വാക്ക് എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാഫ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തു കൊടുക്കുക. കാഫ് മസിലിനെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വരുന്നവർക്ക് കാലിലൊക്കെ രക്തയോട്ടം കുറയുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പം വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമായാലും മറ്റുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് കാലിൽ തരിപ്പുള്ളവരായാലും ഈ ഒരു കാഫ് മസിൽ എക്സസൈസിന് പ്രത്യേകം ശ്രദ്ധിക്കുക. രക്തയോട്ടം മുകളിലേക്കൊന്ന് കൂട്ടിക്കൊടുക്കാനായിട്ട്, അപ്പ് സൈഡ് കൂട്ടിക്കൊടുക്കാൻ. കാര്യം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത് കാരണമാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു കാലിന് തരിപ്പ്, കഴപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോ വാക്കിങ്, അതുപോലെ തന്നെ ഫൂട്ട് സ്ട്രെച്ച്, അത്തരം എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുക. ഡയബറ്റിക് നെഫ്രോപ്പതി എല്ലാവരും പേടിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ മുന്നൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതൊരു ഐസ്ബർഗ് പോലെയാണ്. നമുക്ക് പുറമേ കുറച്ച് കാണാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്യാം. അതുപോലെ തന്നെ EGFR നോക്കാം, എസ്റ്റിമേറ്റ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. ഈ ഒരു 3 ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിഡ്നിയുടെ ഫങ്ഷൻ, കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അല്ലാതെ കിഡ്നിയുടെ പ്രശ്നം നമുക്കൊരു എൻഡ് സ്റ്റേജിലെത്തി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ നീര് വരിക, അതുപോലെ തന്നെ മുഖത്ത് നീര് വരിക, കാലിൽ നീര് വരിക, മൂത്രക്കടച്ചിലുണ്ടാകുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ കാര്യത്തിൽ ഒരു 4ാമത്തെ സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജ്, 3 കഴിഞ്ഞാലേ നമുക്കിതൊക്കെ പ്രകടമാവുള്ളൂ. അതിനുശേഷം പിന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കിഡ്നിയുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെള്ളം നല്ല രീതിയിൽ കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കിഡ്നിയുടെ ഫങ്ഷൻ നല്ല രീതിയിൽ നടത്താൻ. അതുപോലെ തന്നെ ഹെവി ടോക്സിൻസ് എത്തിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഫുഡിലൊക്കെ കാർബണേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ എപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ്, ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അടുത്തത് റെറ്റിനോപ്പതിയാണ്. റെറ്റിനോപ്പതി കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കണ്ണെന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാം, വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻ എയും ഇയും അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ക്യാരറ്റിലൊക്കെ ഒരുപാട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും ഈ ഒരു റെറ്റിനോപ്പതിയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് കൂടുതലായിട്ട് കഴിക്കണം. കുറച്ചൊക്കെ അടങ്ങിയിട്ടുള്ള ആൽമണ്ട്സിൽ, ഹേസൽ നട്ട്സിൽ ഒക്കെയാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭക്ഷണങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. എക്ക് വേണ്ടിയാണെങ്കിൽ ഇലക്കറികളായിട്ടുള്ള ചീര, മുരിങ്ങയില, ക്യാരറ്റ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അടുത്തതായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡായിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. മീനിൽ, ഫിഷ് ഓയിലിൽ. ഇനി ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ് അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതായത് ഈ 5 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണമെന്ന്. അതായത് നോൺ വെജ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വൈറ്റമിൻ B12 വേണ്ടിയിട്ട്. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റിലേക്ക് പോവാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തണം. ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തണം.
ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉൾപ്പെടുത്തണം, വൈറ്റമിൻ എയും ഇയും ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കിഡ്നിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, കിഡ്നിയുടെ ഹെൽത്ത് നോക്കുക, അതുപോലെ തന്നെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസുകാർക്ക് അറ്റ് എൻഡ് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.